ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അഭിമന്യൂസ് വേൾഡ്. അഭിമന്യൂസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് LP UP എക്സാമിന് വേണ്ടി സൈക്കോളജിയിൽ നിന്നുള്ള 10 ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റാണ്. എല്ലാവരും പ്രയോജനപ്പെടുത്തുക. നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. നമുക്കിന്ന് 11ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് പഠിക്കാനുള്ളത്. നോക്കാം. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തെ പിന്തുടരുന്ന ഒരു ടീച്ചർ ക്ലാസ്സിൽ അനുവർത്തിക്കാത്ത സമീപനം ഏതാണ്? ഇതാണ് ചോദ്യം. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തെ പിന്തുടരുന്ന ഒരു ടീച്ചർ ക്ലാസ്സിൽ അനുവർത്തിക്കാത്ത സമീപനം ഏതാണ്? അപ്പോൾ നമുക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓരോ ഓപ്ഷനായിട്ട് നമുക്ക് വായിക്കാം. ആശയത്തെ സമഗ്രമായി അവതരിപ്പിക്കൽ, അന്തർദൃഷ്ടി പഠനത്തെ പ്രോത്സാഹിപ്പിക്കൽ, പിന്നീടോ പ്രശ്ന അപഗ്രഥത്തിന് സഹായിക്കൽ, ആവർത്തനത്തിന് ഊന്നൽ നൽകൽ. ഇത്രയാണ് 4 ഓപ്ഷൻ. അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തെ പിന്തുടരുന്ന ഒരു ടീച്ചർ ക്ലാസ്സിൽ അനുവർത്തിക്കാത്ത സമീപനമായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോൾ ആൻസറായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ആവർത്തനത്തിന് ഊന്നൽ നൽകൽ. അതാണ് ടീച്ചർ അനുവർത്തിക്കാത്തത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകം, എൻവയോൺമെൻറ്റൽ ഫാക്ടർ ഏതാണ്? വ്യക്തിത്വം അതിനെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകം ഏതാണെന്നാണ് ചോദ്യം. ഗ്രന്ഥി വ്യവസ്ഥ, ശാരീരികാവസ്ഥ, കുടുംബം, പാരമ്പര്യം. ഇതിൽ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകമെന്ന് പറയുന്നത് കുടുംബമാണ്. കുടുംബം. ഓക്കെ. അടുത്ത ചോദ്യം. ഒരു വ്യക്തി ഗണിതത്തിൽ പ്രകടിപ്പിക്കുന്ന ബുദ്ധി പൊതുവായ ബുദ്ധിയുടെയും ഗണിതത്തിലെ പ്രത്യേക ബുദ്ധിയുടെയും സങ്കലിത ഫലമാണ്. ഈ പ്രസ്താവന ഏത് ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതാണ് ചോദ്യം. ഒരു വ്യക്തി ഗണിതത്തിൽ പ്രകടിപ്പിക്കുന്ന ബുദ്ധി എന്ന് പറയുന്നത് പൊതുവായ ബുദ്ധിയുടെയും ഗണിതത്തിലെ പ്രത്യേക ബുദ്ധിയുടെയും സങ്കലിത ഫലമാണ്. ഈ പ്രസ്താവന ഏത് ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്നാമത്തെ ഓപ്ഷൻ ബഹുഘടക സിദ്ധാന്തം, രണ്ടാമത്തെ ഓപ്ഷനായിട്ട് നൽകിയിരിക്കുന്നത് ദ്വിഘടക സിദ്ധാന്തം, മൂന്നാമത്തെ ഓപ്ഷനായിട്ട് തന്നിരിക്കുന്നത് മനോഘടക സിദ്ധാന്തം, നാലാമത്തെ ഓപ്ഷൻ സംഘഘടക സിദ്ധാന്തം. അപ്പം ആൻസർ ഓപ്ഷൻ ബി ആണ്. ദ്വിഘടക സിദ്ധാന്തമാണ്. ഓക്കെ. അടുത്തത് നമ്മളെ ഒന്ന് കൂളാക്കാൻ വേണ്ടി ഒരു ചോദ്യം തന്നിരിക്കുകയാണ്. ദേശീയ അധ്യാപക ദിനം എന്നാണ്? എല്ലാവർക്കും അറിയാവുന്നൊരു ആൻസറാണ്. സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമെന്ന് പറയുന്നത്. സെപ്റ്റംബർ 5. അടുത്ത ചോദ്യം. എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും അഭിമാനബോധവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും ഇടയിൽ ക്രമീകരിച്ചിട്ടുള്ളത് ഏതാണ്? എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും അഭിമാന ബോധവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും ഇടയിൽ ക്രമീകരിച്ചിട്ടുള്ളത് ഏതാണ്? അപ്പം 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഇതിൽ വൈജ്ഞാനിക ആവശ്യങ്ങൾ, ശാരീരിക ആവശ്യങ്ങൾ, സാക്ഷാത്കാരവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ. ഓപ്ഷൻ ഡി ആയിട്ട് വരുന്നത് സ്നേഹവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ. ഈ ആൻസറാണ് കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. പഠനം എന്നത് സാംസ്കാരിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങളിൽ ഇടപെട്ട് നാം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കലും തുടർ പഠനത്തിനുള്ള വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിലുമാണ്. ഈ പ്രസ്താവന താഴെ പറയുന്ന ഏത് പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. പഠനം എന്നത് സാംസ്കാരിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങളിൽ ഇടപെട്ട് നാം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കലും തുടർ പഠനത്തിനുള്ള വൈദഗ്ധ്യം വർദ്ധിപ്പിക്കലുമാണ്. ഈ പ്രസ്താവന താഴെ പറയുന്ന ഏത് പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. സാംസ്കാരികം അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കിന് നമുക്ക് ഓപ്ഷൻ നോക്കി ആൻസറിലേക്ക് എത്താൻ സാധിക്കും. വ്യവഹാരവാദം, ജ്ഞാനനിർമ്മിതിവാദം, സാമൂഹിക ജ്ഞാനനിർമ്മിതി, സാമഗ്രവാദം. അപ്പം ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. സാമൂഹിക ജ്ഞാനനിർമ്മിതിയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. കുട്ടികളില്ലാത്ത ദമ്പതിമാർ അനാഥാലയത്തിലെ കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങളും തുണികളും നൽകുന്നു. ഇത് ഏത് സമായോജന ക്രിയാതന്ത്രമായി പരിഗണിക്കാം? കുട്ടികളില്ലാത്ത ദമ്പതിമാർ അനാഥാലയത്തിലെ കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങളും തുണികളും നൽകുന്നു. ഇത് ഏത് സമായോജന ക്രിയാതന്ത്രമായി പരിഗണിക്കാം? ഉദാത്തീകരണമാണ് ആൻസർ.
ഉദാത്തീകരണമാണ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, കുട്ടികളുടെ കാര്യത്തിൽ ഒന്നിലും ഇടപെടാതിരിക്കുന്ന, വേണ്ടത്ര താല്പര്യവും ശ്രദ്ധയും നൽകാതിരിക്കുന്ന രക്ഷാകർതൃ രീതി എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? കുട്ടികളുടെ കാര്യത്തിൽ ഒന്നിലും ഇടപെടാതിരിക്കുന്ന, വേണ്ടത്ര താല്പര്യവും ശ്രദ്ധയും നൽകാതിരിക്കുന്ന രക്ഷാകർതൃ രീതി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? നിസ്സംഗ രക്ഷാകർതൃത്വം ആണ്. നിസ്സംഗ രക്ഷാകർതൃത്വം ആണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ടോറൻസിൻ്റെ അഭിപ്രായത്തിൽ സർഗാത്മകതയുടെ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത്. അടുത്ത ചോദ്യം നോക്കിയേ, ടോറൻസിൻ്റെ അഭിപ്രായത്തിൽ സർഗാത്മകതയുടെ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. ഓപ്ഷൻ വാചാലത, വഴക്കം, മൗലികത, സംരചന ചിന്ത. അപ്പം സർഗാത്മകതയുടെ ഘടകങ്ങളിൽ പെടാത്തതെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, സംരചന ചിന്ത, കൺവേർജൻ്റ് തിങ്കിങ്. ഓക്കെ അല്ലേ? അടുത്ത നമ്മൾ നോക്കിയതിൽ 20ാമത്തെ സൈക്കോളജി ചോദ്യമാണ് ഭാഷയുമായി ബന്ധപ്പെട്ട പഠന വൈകല്യം അറിയപ്പെടുന്നത്. ഇതും നിരവധി തവണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഭാഷയുമായി ബന്ധപ്പെട്ട പഠന വൈകല്യം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഡിസ്ലെക്സിയാണ്. ഡിസ്ലെക്സിയ. ഓക്കെ അല്ലേ? ഇപ്പോൾ നമ്മൾ ഇന്നലെയും ഇന്നുമായിട്ട്, അതായത് 2 വീഡിയോയിലൂടെ LP UP എക്സാമിന് വേണ്ടിയുള്ള സൈക്കോളജി പാർട്ടിൽ നിന്നുള്ള 20 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ് മോക്ക് ടെസ്റ്റിലൂടെ ചെയ്ത് നോക്കിയത്. എല്ലാവരും പ്രയോജനപ്പെടുത്തുക. ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.